പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ PSC പരീക്ഷകളിൽ ചോദിക്കുന്ന കുറച്ച് കോമൺ ഫാക്ട്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് നോക്കാം. മന്നത്ത് പത്മനാഭന് ഭാരത കേസരി ബഹുമതി ലഭിച്ച വർഷം ഏതാണ്? 1959. അപ്പോൾ മന്നത്ത് പത്മനാഭന് ഭാരത കേസരി ലഭിച്ച വർഷം 1959. 1959 മന്നത്ത് പത്മനാഭന് ഭാരത കേസരി പുരസ്കാരം ലഭിക്കുന്നത്. ഒരു ബഹുമതിയാണ് ഭാരത കേസരി. അതുപോലെ ധർമ്മയുഗം, അയ്യാവഴി, ഈ രണ്ട് ആശയങ്ങളുടെ വക്താവാണ് വൈകുണ്ഠ സ്വാമികൾ. ധർമ്മയുഗം, അയ്യാവഴി, ഈ ആശയങ്ങൾ ആരുടേതാണ്? വൈകുണ്ഠ സ്വാമികളുടേതാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ പണിമുടക്ക് നടന്നത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ പണിമുടക്ക് നടന്നത് ആലപ്പുഴയിലാണ്. ഏത് വർഷമാണ്? 1938 ഒക്ടോബറിലാണ്. അപ്പോൾ 1938 ഒക്ടോബറിലാണ് കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ പണിമുടക്ക് നടക്കുന്നത്. ഇനി നമുക്കറിയാം ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് ഗോവിന്ദൻകുട്ടി മേനോൻ എന്നാണ്. അപ്പൊ ഗോവിന്ദൻകുട്ടി മേനോന് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന വിശേഷണം നൽകിയത് അയ്യത്താൻ ഗോപാലനാണ്. അപ്പൊ ആരാണ് ഗോവിന്ദൻകുട്ടി മേനോന് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന വിശേഷണം നൽകിയത്? അത് അയ്യത്താൻ ഗോപാലനാണ്. മറന്നുപോകരുത്, അയ്യത്താൻ ഗോപാലൻ. ഇനി വാഗ്ഭടാനന്ദൻ, നമ്മൾ ഈ പേര് കേട്ടിട്ടുണ്ട്. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേര് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ്. കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. അപ്പൊ കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ആരാണ്? അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് കൊടുത്തത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അടുത്ത് നോക്കാം, ബ്രഹ്മസമാജത്തിന്റെ ആദ്യത്തെ ശാഖ കേരളത്തിൽ ആരംഭിച്ചത് കോഴിക്കോടാണ്. ബ്രഹ്മസമാജത്തിന്റെ കേരളത്തിലെ ആദ്യത്തെ ശാഖ ആരംഭിച്ചത് കോഴിക്കോടാണ്. 1898. ബ്രഹ്മസമാജത്തിന്റെ ആദ്യ ശാഖ കോഴിക്കോട് ആരംഭിച്ച വർഷം 1898. ഇനി ഒരു കൃതിയാണ് മത്സ്യവും മതവും. ഈ കൃതി രചിച്ചത് വേലുക്കുട്ടി അരയനാണ്. അപ്പോൾ മത്സ്യവും മതവും എന്ന ബുക്ക് രചിച്ചത് വേലുക്കുട്ടി അരയനാണ് മത്സ്യവും മതവും എന്ന ബുക്ക് രചിച്ചത്. ഇനി വാഗ്ഭടാനന്ദൻ, നമ്മൾ നേരത്തെ പറഞ്ഞ വാഗ്ഭടാനന്ദൻ, വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്ന വാഗ്ഭടാനന്ദന്റെ കുറച്ച് സംഘടനകളാണ്. അപ്പൊ നോക്കാം, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഏത് വർഷം? 1917. അപ്പോൾ 1917 വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചതാണ് ആത്മവിദ്യാസംഘം. ഈ ആത്മവിദ്യാസംഘത്തിന് ഒരു മുഖപത്രമുണ്ട്, അതാണ് അഭിനവ കേരളം. 1921 സ്ഥാപിച്ച അഭിനവ കേരളമാണ് ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം. ആത്മവിദ്യാസംഘം സ്ഥാപിതമാവുന്നത് 1917. ആ ന്യൂസ് പേപ്പറും മുഖപത്രം സ്ഥാപിതമാവുന്നത് 1921. അഭിനവ കേരളം 1921. അതുപോലെ വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചതാണ് ഐക്യ നാണയ സംഘം. ഏത് വർഷം? 1922. 1922 വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചതാണ് ഐക്യ നാണയ സംഘം 1922. അതുപോലെ മറ്റൊന്ന് ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹകരണ സംഘം സ്ഥാപിച്ചത് 1925. അപ്പോൾ ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹകരണ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചത് 1925. മറന്നുപോകരുത്, 1925. ഇനി തിയോസഫിക്കൽ സൊസൈറ്റി. അപ്പോൾ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആദ്യത്തെ ശാഖ കേരളത്തിൽ സ്ഥാപിച്ചത് പാലക്കാട്ടാണ് 1882. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ കേരളത്തിലെ ആദ്യ ശാഖ എവിടെ സ്ഥാപിച്ചു? പാലക്കാട് 1882. 1882 തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആദ്യ ശാഖ പാലക്കാട് സ്ഥാപിതമാവുന്നത്. ഇനി തത്വപ്രകാശിക ആശ്രമം, ഇത് സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദൻ. തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഇതൊരു സംസ്കൃത പഠന കേന്ദ്രമാണ്, ഒരു സംസ്കൃത സ്റ്റഡി സെന്റർ ആണ് ഈ തത്വപ്രകാശിക ആശ്രമം എന്ന് പറയുന്നത്. സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ഇനി മറ്റൊരു ഭാഗം നോക്കാം. നമുക്കറിയാം കേശിക ഉയർച്ച. എന്താണ് കേശിക ഉയർച്ച? അതായത്
ഭൂഗുരുത്വ ബലത്തിനെതിരെ ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്നതാണ് കേശിക ഉയർച്ച. ഈ കേശിക ഉയർച്ച കാണിക്കുന്ന ഒരു ദ്രാവകമാണ് ജലം. കേശിക ഉയർച്ച കാണിക്കുന്ന ഒരു ദ്രാവകത്തിന് ഉദാഹരണമാണ് ജലം. അതുപോലെ കേശിക താഴ്ച കാണിക്കുന്ന ഒരു ദ്രാവകമാണ് മെർക്കുറി അഥവാ രസം. മെർക്കുറിയാണ് കേശിക താഴ്ച കാണിക്കുന്ന ഒരു ദ്രാവകം. കേശിക ഉയർച്ച കാണിക്കുന്ന ഒരു ദ്രാവകമാണ് ജലം. ഇനി നോക്കാം സദിശ അളവ്. നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് സദിശ അളവ്, അതിശ അളവ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സദിശ അളവ് എന്ന് പറയുന്നത് ദിശയും പരിമാണവും ഉള്ള അളവുകളാണ്. സദിശ അളവ് ദിശയും പരിമാണവും ഉള്ളതാണ് സദിശ അളവ്. അതിന് ഉദാഹരണമാണ് ബലം, പ്രവൃത്തി, പ്രവേഗം. സദിശ അളവുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ബലം, പ്രവൃത്തി, പ്രവേഗം സദിശ അളവിന് ഉദാഹരണമാണ്. ബലം, പ്രവൃത്തി, പ്രവേഗം. അതുപോലെ അതിശ അളവ്. അതിശ അളവിന് ദിശയില്ല, പക്ഷെ പരിമാണമുണ്ട്, അളവുണ്ട്. ദിശയില്ല, പരിമാണമുണ്ട്. അത് അതിശ അളവാണ്. ഏതൊക്കെയാണ്? ഊഷ്മാവ്, സമയം, മാസ്. ഇതൊക്കെയാണ് അതിശ അളവ്. അതിശ അളവിന് ഉദാഹരണം ഏതൊക്കെയാണ്? ഊഷ്മാവ്, സമയം, മാസ്. ഇപ്പൊ സദിശ അളവിന് ഉദാഹരണം ബലം, പ്രവൃത്തി, പ്രവേഗം. അതിശ അളവിന്റെ ഉദാഹരണം ഏതൊക്കെയാണ്? ഊഷ്മാവ്, സമയം, മാസ്. ഇനി നോക്കാം, തന്മാത്രകൾ ഈ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ചലിക്കാറുണ്ട്. അപ്പോൾ തന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ആ സഞ്ചാരം അതിനെ അറിയപ്പെടുന്നത് അന്തർവ്യാപനം എന്നാണ്. അന്തർവ്യാപനം. ഇനി നോക്കാം ഖാരിഫ് വിളകൾ. പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി, ചണം, ജോവർ, റാഗി. പ്രധാനപ്പെട്ട ഖാരിഫ് വിളകളാണ് നെല്ല്, ചോളം, പരുത്തി, ചണം, ജോവർ, റാഗി. അതുപോലെ റാബി വിള. പ്രധാനപ്പെട്ട റാബി വിളയാണ് ഗോതമ്പ്, ബാർലി, കടുക്, പയറുവർഗ്ഗങ്ങൾ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റാബി വിളകൾ. ഏതൊക്കെയാണ്? ഗോതമ്പ്, ബാർലി, കടുക്, പയറുവർഗ്ഗങ്ങൾ പ്രധാനപ്പെട്ട റാബി വിളകളാണ്. ഖാരിഫ് വിളകൾ നെല്ല്, ചോളം, പരുത്തി, ചണം, ജോവർ, റാഗിയൊക്കെയാണ് ഖാരിഫ് വിള. റാബി വിള ഏതാണ്? ഗോതമ്പ്, ബാർലി, കടുക്, പയറുവർഗ്ഗങ്ങൾ. ഇതൊക്കെയാണ് റാബി വിള. ഇനി നോക്കാം, യൂറോപ്യൻ രേഖകളിൽ പ്രാചീന കാലത്ത് മാർത്ത എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥലം ഏതാണ്? കരുനാഗപ്പള്ളിയാണ്. അപ്പൊ യൂറോപ്യൻ രേഖകളിൽ മാർത്ത എന്ന് പരാമർശിച്ചിരുന്ന സ്ഥലം നമ്മുടെ കരുനാഗപ്പള്ളിയാണ്. അതുപോലെ ഡച്ച് രേഖകളിൽ ബെറ്റിമനി എന്ന് പരാമർശിക്കുന്ന സ്ഥലം കാർത്തികപ്പള്ളിയാണ്. ഡച്ച് രേഖകളിൽ ബെറ്റിമനി എന്ന് പരാമർശിക്കുന്ന സ്ഥലമാണ് കാർത്തികപ്പള്ളി. ഇനി യൂറോപ്യൻ രേഖകളിൽ റപ്പോളിൻ എന്ന് പരാമർശിക്കുന്ന സ്ഥലം ഇടപ്പള്ളിയാണ്. യൂറോപ്യൻ രേഖകളിൽ റപ്പോളിൻ എന്ന് പരാമർശിക്കുന്ന സ്ഥലം ഇടപ്പള്ളി. മാർത്ത എന്ന് പറയുന്നത് കരുനാഗപ്പള്ളി. ഡച്ച് രേഖകളിൽ ബെറ്റിമനി എന്ന് പറയുന്നത് കാർത്തികപ്പള്ളിയാണ്. കാർത്തികപ്പള്ളി. ഇനി നോക്കാം, നമുക്കൊരു വ്യക്തിയെ പരിചയപ്പെടാം. സാം നുജോമ. ആരാണ് സാം നുജോമ? സാം നുജോമ നമീബിയയിലെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സാം നുജോമ. സാം നുജോമ ഏത് രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്? ചോദിക്കാം. അത് നമീബിയയിലെയാണ്. ഇനി നോക്കാം, ആര്യഭട്ട. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975 ഏപ്രിൽ 19. ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975 ഏപ്രിൽ 19 എവിടെ നിന്നാണ്? റഷ്യയിലെ വോൾവോഗ്രാഡിൽ നിന്നാണ് വിക്ഷേപിച്ചത്. 1975 ഏപ്രിൽ 19. ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്ന വർഷം 1972 ഓഗസ്റ്റ് 15. ഇന്ത്യയിൽ പിൻകോഡ് നിലവിൽ വന്നത് 1972 ഓഗസ്റ്റ് 15. ഇനി നമുക്കറിയാം ശങ്കരാചാര്യർ. നമ്മുടെ ഈ ശങ്കരാചാര്യരുടെ ജീവിത കാലയളവ് ചോദിക്കാം. അത് AD 788 മുതൽ 820 വരെയാണ്. അപ്പോൾ AD 788 മുതൽ 820 വരെയാണ് ശങ്കരാചാര്യരുടെ ജീവിത കാലയളവ്. AD 788 മുതൽ 820 വരെ. ഈ ശങ്കരാചാര്യരുടെ സമകാലികനായിരുന്ന ചേര രാജാവാണ് കുലശേഖര ആഴ്വാർ. ശങ്കരാചാര്യരുടെ സമകാലികനായിരുന്ന ചേര രാജാവ് കുലശേഖര ആഴ്വാറാണ്. ഇനി മട്ടാഞ്ചേരിയിൽ ഡച്ച് കൊട്ടാരം പണികഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് 1555. മട്ടാഞ്ചേരിയിൽ ഡച്ച് കൊട്ടാരം പണികഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് 1555. ഇനി കേരളത്തിലെ ഇംഗ്ലീഷുകാർ പണികഴിപ്പിച്ച ആദ്യ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട 1695. കേരളത്തിൽ ഇംഗ്ലീഷുകാർ പണികഴിപ്പിച്ച ആദ്യ കോട്ട അഞ്ചുതെങ്ങ് കോട്ടയാണ് 1695. ഇനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള കോട്ടയാണ് പള്ളിപ്പുറം കോട്ട. 1503
യൂറോപ്യന്മാർ അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ചാണ് പള്ളിപ്പുറം കോട്ട 1503. ഇംഗ്ലീഷുകാർ പണി കഴിപ്പിച്ച ആദ്യത്തെ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. കേരളത്തിലെ ഇംഗ്ലീഷുകാർ പണി കഴിപ്പിച്ച ആദ്യ കോട്ട അഞ്ചുതെങ്ങ് കോട്ട 1695. ഇനി കേരളത്തിൽ നിലനിന്നിരുന്ന 2 അനാചാരങ്ങളുണ്ട്, മണ്ണാപ്പേടി പുലപ്പേടി. നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ മണ്ണാപ്പേടി പുലപ്പേടി ആചാരങ്ങളൊക്കെ നിർത്തലാക്കിയത് കോട്ടയം കേരളവർമ്മയാണ്. ചോദിക്കാം, മണ്ണാപ്പേടി പുലപ്പേടി എന്ന അനാചാരം നിർത്തലാക്കിയത് കോട്ടയം കേരളവർമ്മ. ഏത് ശാസനത്തിലൂടെയാണ്? തിരുവിതാംകൂർ ശാസനം 1696 തിരുവിതാംകൂർ ശാസനം വഴിയാണ് കോട്ടയം കേരളവർമ്മ മണ്ണാപ്പേടി പുലപ്പേടി എന്ന ആചാരം നിർത്തലാക്കിയത്. തിരുവിതാംകൂർ ശാസനം 1696. ഇനി നമ്മൾ നോക്കുന്നത് പാർലമെന്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ആണ്. നോക്കാം. പാർലമെന്റ് സഭാ നടപടികളുമായി ബന്ധപ്പെട്ട ടേംസ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ നോക്കാം, അഡ്ജോൺമെന്റ് മോഷൻ. അഡ്ജോൺമെന്റ് മോഷൻ കേട്ടിട്ടുണ്ട് നമ്മൾ. എന്താണ് അഡ്ജോൺമെന്റ് മോഷൻ? അതായത് സഭയുടെ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ച് അടിയന്തരവും പൊതു പ്രാധാന്യമുള്ളതുമായ ആനുകാലിക സംഭവം ചർച്ച ചെയ്യുന്നതിനാണ് അഡ്ജോൺമെന്റ് മോഷൻ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ അഡ്ജോൺമെന്റ് മോഷൻ എന്ന് പറയുന്നത് സഭയുടെ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ട് ആ സമകാലിക അല്ലെങ്കിൽ ഒരു ആനുകാലിക പ്രാധാന്യമുള്ള ഒരു സംഭവം ചർച്ച ചെയ്യുന്നതാണ് അഡ്ജോൺമെന്റ് മോഷൻ. അപ്പൊ ഈ അഡ്ജോൺമെന്റ് മോഷൻ രാജ്യസഭയിൽ അനുവദനീയമല്ല. അഡ്ജോൺമെന്റ് മോഷൻ ലോക്സഭയിൽ മാത്രമേ പാടുള്ളൂ, രാജ്യസഭയിൽ അനുവദനീയമല്ല. മറ്റൊന്ന് നോക്കാം, സെൻഷ്യൂർ മോഷൻ. സെൻഷ്യൂർ മോഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് പ്രവർത്തനത്തിലെ പരാജയത്താലോ നയത്തിലെ പിഴവുകളുടെ പേരിലോ ഒരു മന്ത്രിക്കെതിരായോ അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കെതിരായോ ഒരു കൂട്ടം മന്ത്രിമാർക്കെതിരായോ ഒക്കെ പ്രതിപക്ഷത്തിന് അവതരിപ്പിക്കാവുന്നതാണ്. അപ്പോൾ സെൻഷ്യൂർ മോഷൻ അവതരിപ്പിക്കുന്നത് പ്രതിപക്ഷമാണ്. ഏത് സാഹചര്യത്തിലാണ്? പ്രവർത്തനത്തിലെ പരാജയത്തിലോ അല്ലെങ്കിൽ നയത്തിലെ പിഴവുകളുടെ പേരിലോ ഒക്കെ പ്രതിപക്ഷത്തിന് മന്ത്രിമാർക്കെതിരെയോ അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കെതിരെയോ ഒരു കൂട്ടം മന്ത്രിമാർക്കെതിരെയോ ഒക്കെ ഈ സെൻഷ്യൂർ മോഷൻ അവതരിപ്പിക്കാവുന്നതാണ്. അതുപോലെ ഈ സെൻഷ്യൂർ മോഷൻ അവതരിപ്പിക്കുന്നതിന് സഭയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. സഭയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ലാതെ തന്നെ സെൻഷ്യൂർ മോഷൻ അവതരിപ്പിക്കാവുന്നതാണ്. പിന്നെ ഇത് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ കാര്യകാരണങ്ങളും ആരോപണങ്ങളും ഒക്കെ വ്യക്തമാക്കി അതിൽ പറഞ്ഞിരിക്കണം. കാര്യകാരണങ്ങളും ആരോപണങ്ങളും ഒക്കെ വ്യക്തമാക്കിക്കൊണ്ട് മാത്രമേ സെൻഷ്യൂർ മോഷൻ പ്രതിപക്ഷത്തിന് അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. മറ്റൊന്ന് നോക്കാം, കട്ട് മോഷൻ. അപ്പൊ ഈ കട്ട് മോഷൻ നമ്മുടെ യൂണിയൻ ബജറ്റിന്റെ അവതരണവുമായി ബന്ധപ്പെട്ടതാണ്. കട്ട് മോഷൻ യൂണിയൻ ബജറ്റുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. അപ്പൊ അത് ഇപ്പോൾ ധനകാര്യ ബില്ലിനോട് ലോകസഭാംഗങ്ങൾക്ക് എതിർപ്പ് പ്രകടിപ്പിക്കാം. ഇപ്പോൾ ബജറ്റിലെ ഗ്രാൻഡ് ഇനത്തിലും മറ്റും വകയിരുത്തിയിരിക്കുന്ന തുക കുറയ്ക്കുവാൻ ആവശ്യപ്പെടുന്നതാണ് കട്ട് മോഷൻ. അത് ബജറ്റുമായി ബന്ധപ്പെട്ടതാണ്. ധനകാര്യ ബില്ലിൽ എന്തെങ്കിലുമൊക്കെ അതൃപ്തിയോ എതിർപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബജറ്റിലെ ഗ്രാൻഡിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിലോ ഒക്കെ അതിലെ തുക കുറയ്ക്കാൻ വേണ്ടിയോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടാവുന്നതാണ്. കട്ട് മോഷൻ അവതരിപ്പിച്ചുകൊണ്ട് ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാം. അപ്പൊ ഈ ബജറ്റ് നിർദ്ദേശങ്ങൾക്കെതിരായ വീറ്റോ എന്നറിയപ്പെടുന്നതാണ് ഈ കട്ട് മോഷൻ അറിയപ്പെടുന്നത് ബജറ്റ് നിർദ്ദേശങ്ങൾക്കെതിരായ വീറ്റോ എന്നാണ്. 3 തരത്തിലുള്ള കട്ട് മോഷൻ ഉണ്ട്. പോളിസി കട്ട്, എക്കോണമി കട്ട്, ടോക്കൺ കട്ട്. 3 തരത്തിലുള്ള കട്ട് മോഷൻ ഏതൊക്കെയാണ്? പോളിസി കട്ട്, എക്കോണമി കട്ട്, ടോക്കൺ കട്ട്. ഇനി നോക്കാം, പ്രിവിലേജ് മോഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും മന്ത്രി പാർലമെന്റ് അംഗത്തിന്റെ പ്രത്യേക അവകാശത്തെ ഹനിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രിവിലേജ് മോഷൻ ഉപയോഗിച്ച് വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കാം. പാർലമെന്റിൽ ഇപ്പോൾ പ്രിവിലേജ് മോഷൻ അവതരിപ്പിക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രി പാർലമെന്റ് അംഗത്തിന്റെ എംപിമാരുടെ അല്ലെങ്കിൽ എംപിമാരുടെ പ്രത്യേക അവകാശത്തെ ചോദ്യം ചെയ്യുകയോ അവരുടെ അവകാശങ്ങൾ കൈകടത്തുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കെതിരെ ഈ പ്രിവിലേജ് മോഷൻ അവതരിപ്പിച്ചുകൊണ്ട് ആ വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കാം. മറ്റൊന്നാണ് നോൺ കോൺഫിഡൻസ് മോഷൻ. ഇത് സർക്കാരിന് സഭയിലുള്ള പിന്തുണ ഉറപ്പാക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് നോ കോൺഫിഡൻസ് മോഷൻ. സഭയിൽ സർക്കാരിന് പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് നോ കോൺഫിഡൻസ് മോഷൻ. പിന്നെ ഒന്ന് കാളിംഗ് അറ്റൻഷൻ മോഷൻ. അത് ഒരു പ്രത്യേക വിഷയത്തിലേക്കുള്ള ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമാണ് കാളിംഗ് അറ്റൻഷൻ മോഷൻ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക വിഷയത്തിലേക്കുള്ള ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമാണ് കോളിംഗ് അറ്റൻഷൻ മോഷൻ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ.